സ്ട്രൈക്കർ PSCയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ മക്കളെ? മഴ, പ്രളയം, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കേരളത്തിന്റെ പല ഭാഗത്തും ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും സേഫ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂട്ടുകാരെ, ഈ ഒരു അവസ്ഥയിൽ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുണ്ടല്ലോ. അത്തരത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട്, പ്രത്യേകിച്ച് LP UP പോലെയുള്ള ലിസ്റ്റുകളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. എന്തിനു പറയുന്നു, നിരന്തരം വാർത്തകൾ നമ്മൾ കാണുന്നില്ലേ? 1ാം റാങ്ക് കിട്ടിയ ആൾക്ക് പോലും ജോലിയില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പുകൾ, അവരോടൊപ്പമാണ് നമ്മളെല്ലാവരും. മാനസികമായി അവർക്ക് നിങ്ങളൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകരൊക്കെ അവിടെ ചെല്ലുന്നുണ്ട്. പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു നല്ല റിസൾട്ട് അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് അവരർഹിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നോക്കൂ, ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ജോലി നേടുക, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ഫാമിലി ഇഷ്യൂസ്, ഇതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ഒരു സർക്കാർ ജോലി അല്ലെ? ഏതൊരാളെയും പോലെ കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പൊ പ്രിലിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട പരീക്ഷകൾ വരുന്നുണ്ട്. അതിനെ കുറച്ച് 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. മകളെ, നിങ്ങൾ അതൊന്ന് കേൾക്കുക. ഓക്കെ, നോക്കൂ, ഇനിയിപ്പോൾ വരാൻ പോകുന്ന വർഷം LDC LGS ഒക്കെ ഉണ്ട്. എല്ലാ പ്രാവശ്യവും ഇത്തരം പരീക്ഷകൾ വരുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷകളാണ്. പക്ഷേ ഈ നടന്ന 10th പ്രിലിംസിന്റെ ഒരു 3 ഘട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഘട്ടത്തിൽ നല്ല ടൈറ്റ് എക്സാം ആണെങ്കിൽ ഒരു ഘട്ടം വളരെ എളുപ്പമാണ്. ആ ഘട്ടങ്ങളിലൊക്കെ എന്നോട് ഒരുപാട് പേര് കമന്റിലും വാട്സപ്പിലും ചോദിക്കുന്നുണ്ട്, കട്ട് ഓഫ് പറയുമോ എന്ന്. അന്ന് തന്നെ ആ ലൈവ് ആൻസർ കീ ചെയ്ത സമയത്ത് ഞാനത് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കി. അവസാന ഭാഗം, കാരണം ഒരു വിവാദമാകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ മാർക്കുകൾ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ഒരു 65-70 മുകളിലൊക്കെ കിട്ടും എന്ന രൂപത്തിലേക്ക് പറയാൻ നോക്കിയ സമയത്ത്, കാരണം കട്ട് ഓഫ്, നല്ല കട്ട് ഓഫ് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അന്ന് എഴുതിയ ആളുകളെ സംബന്ധിച്ച് അവർ ഡൗൺ ആകുമല്ലോ. അതുകൊണ്ട് ഞാനത് പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ കമന്റിൽ 50, 55, 60 ഒക്കെ വരുമല്ലോ എന്ന്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളെ സമാധാനിപ്പിക്കാനൊക്കെ എനിക്ക് പറയാം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കട്ട് ഓഫ് ഒക്കെ ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊരു ഭാഗത്ത് നിൽക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചോദിച്ചിട്ടാണ്. നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് വേണമെങ്കിൽ 70-നും 75-നും ഇടയിൽ, അല്ലെങ്കിൽ 80-നും 70-നും ഇടയിൽ എന്നൊക്കെ പറയാലോ, 65-നും 75-നും. അപ്പൊ അതെന്താണെങ്കിലും നമുക്ക് അറിയില്ല, അതവിടെ നിൽക്കട്ടെ. നിങ്ങളൊരു 65, 66, 70 എത്ര മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങൾ പഠനം നിർത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, നിങ്ങളൊരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, നിയമനങ്ങൾ വളരെ കുറയുന്നു, പല പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യും. നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകൾ മത്സരിക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് വളരെ ചുരുങ്ങിയ ആളുകൾക്കാണ് നിയമനങ്ങൾ കിട്ടുക, അല്ലേ മക്കളെ? അപ്പോൾ VFA എന്ന് പറയുന്ന ഒരു എക്സാമിനെ മുൻനിർത്തിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ നിയമനങ്ങൾ കുറച്ച് മാത്രം കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ പഠിച്ചതൊക്കെ വന്നതുകൊണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെയൊക്കെ ഒരു ചാൻസ് നിങ്ങൾക്ക് ഒരു 100-നുള്ളിൽ ടോപ്പ് റാങ്ക് നേടിക്കഴിഞ്ഞാൽ ഈ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടും. ബെവ്കോ LDയും ഇതുപോലെ തന്നെയാണ്. അതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അവിടെയും വലിയ നിയമനങ്ങൾ പ്രതീക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു റാങ്ക് കുറച്ച് പിറകോട്ട് വന്നാൽ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കരുത്. കാരണം ഇനിയുള്ള കാലത്ത് അത് പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങനെ ഇരിക്കരുത്. അതൊരു പൊട്ടത്തരം എന്നേ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ പ്രിലിംസ്, കമ്പനി ബോർഡ് LGS ഉണ്ട്, അത് കിട്ടുമോ കിട്ടില്ലേ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ, നാട്ടുകാരും വീട്ടുകാരുടെ ഇടയിൽ ഈ PSC പഠനവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിടരുത് ഈ ഒരു സമയത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭാഗത്ത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന വാർത്തകളാണ്. അത് എനിക്കും അറിയാം. ഒരിക്കലും ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാനോ, നമ്മുടെ വീഡിയോ കാണാനോ, നമ്മുടെ ആപ്പ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് കോഴ്സുകൾ എടുപ്പിക്കാനോ പറയുന്നതല്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിർത്തുക. ഇനി ഇല്ല, നിങ്ങളൊരു ഓഫ്ലൈൻ സെന്ററിൽ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി പഠിക്കുക. ഏറ്റവും ബെസ്റ്റ് ഞാൻ അത് തന്നെ പറയാം, ഓൺലൈൻ അല്ല. വീട്ടമ്മമാരെ സംബന്ധിച്ച് അതിന് സാധ്യമാവാത്ത ഒരുപാട് പേരുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ. അവർ ഒരുപാട് നാളായി പഠിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബേസ് ഉണ്ടെങ്കിൽ, ഇനി ഒരു 2 മാസ കാലയളവ് VFAക്ക് പല ജില്ലയിൽ പല ഡേറ്റിലായതുകൊണ്ട് ഒരു 1.5 മാസ കാലയളവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിപ്പോൾ 10th പ്രിലിംസിനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലാണ് പറയുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി ലെവലായിക്കോട്ടെ, +2 ലെവൽ എക്സാമിനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ GKയിൽ വരുന്ന ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഇനി VFAക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് ഞാനൊന്ന് പറയട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, മനസ്സ് അസ്വസ്ഥമാണ്, നമ്മൾ പിന്തിരിയാൻ തീരുമാനിക്കുന്നു, ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റുകൾ കാത്തിരിക്കുന്നു, കട്ട് ഓഫിനെ കാത്തിരിക്കുന്നു. ആ മൈൻഡ് മാറ്റി വെച്ചിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇത് കേട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ നെഗറ്റീവ് കമന്റ് ചെയ്യുന്നവരോ, അല്ലെങ്കിൽ ഈ ഒരു ടെൻഷൻ കാരണം അസ്വസ്ഥമായിട്ട് കാണാതെ പോകുന്നവരാണെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, 1, 2, 10 പേർക്ക് കിട്ടുന്നൊരു ജോലി
നമ്മളൊരു 100-1000 പേരല്ലേ അതിനകത്ത് ഇന്റർവ്യൂ ആയിക്കോട്ടെ എക്സാം ആണെങ്കിൽ എഴുതുക. 1000 പേരിൽ 990 പേര് ആലോചിച്ച് നോക്കൂ, അതിനകത്ത് പുറത്താകും. അപ്പം നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ശ്രമം പോലെയും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ആ ഭാഗ്യം പോലെയൊക്കെ നമുക്കിത് നേടാൻ പറ്റും എന്ന് ചിന്തിക്കുക. കാരണം 1.5 മാസം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. സിലബസ് ഒക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയാം, VFAയുടെ സിലബസ്. അപ്പം നിങ്ങൾ ഇനി ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ദിവസം മുതൽ മാക്സിമം ഒരു 40 ദിവസം കണക്കാക്ക്. ആ ദിവസം കൊണ്ടൊന്നും ഈ സിലബസ്, ഇതൊരു മുഴുവൻ സിലബസ് അല്ല, ഇതൊന്നും കവർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഈ VFA എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കൂ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് നൽകാൻ പറ്റും, ഫ്രീ ആയിട്ട് എല്ലാവർക്കും. പക്ഷേ ആ ഫ്രീ നൽകുന്നതിനപ്പുറത്തേക്ക്, കാരണം ഇത് പറയാൻ കാരണം നോക്കൂ മക്കളെ, നമ്മളിപ്പോൾ ഈ ഒരു VFAക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ നൽകാമെന്ന് വിചാരിച്ചു. ശ്രുതി മിസ്സിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അത്യാവശ്യം നല്ല നല്ല പൊടിക്കൈകളും ടിപ്പൊക്കെ ഉപയോഗിച്ച് മിസ് ക്ലാസ് എടുക്കാറുണ്ട്. ആ ക്ലാസ് ആദ്യ ദിവസം ഇട്ടു, Day 1 എന്ന് ഞാൻ വെച്ചു. നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഈ ഒരു സ്ട്രൈക്കർ കോച്ചിങ് ചാനൽ ഒന്ന് കയറി നോക്കുക, ടോപ്പ് വീഡിയോസ് എടുത്ത് നോക്കുക. അതൊരു 10 വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ആ 10ൽ ഒരു 6 എണ്ണത്തിൻ്റെയും തമ്പിനെയിൽ Day 1 ആയിരിക്കും. ഇത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നമാണ്. Day 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത് കാണും. പിറ്റേന്ന് Day 2 ഉണ്ടെന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അത് ഇപ്പോൾ ഒരു 10,000 പേര് Day 1 കണ്ടിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് Day 2 കാണുമ്പോൾ 5000-ന് കുറവ് ആളുകളായിരിക്കും. അത് Day 3 ആകുമ്പോൾ അത് 2500 ആയിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ ചാനലിൽ കയറിയിട്ട്. ഒരു Day 10 ഒക്കെ ആകുമ്പോഴത്തേക്ക് 500 പേര് പോലും ആ വീഡിയോ കാണത്തില്ല. ഈ ഒരു പ്രയാസമുള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ കുറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, യൂട്യൂബ് ക്ലാസ്സുകൾക്ക് പുറമെ ഞാൻ ഇനി വരുന്ന ഒരു 1.5 മാസക്കാലം VFAക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാം. നമ്മുടെ ആപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒന്നും വരണ്ട. അതെന്താണെന്നൊന്ന് പറയാം, കേട്ടു നോക്കണേ നിങ്ങൾ. നമുക്കറിയാം, ഹിസ്റ്ററിയിൽ ഇപ്പം നമ്മൾ കേരള ചരിത്രം, നവോത്ഥാന നായകന്മാരെ നിങ്ങൾ പ്രിലിംസിൽ നന്നായിട്ട് ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, ആറ്റിങ്ങൽ കലാപവും അഞ്ചുതെങ്ങ് കലാപവും പുന്നപ്ര വയലാർ ഒക്കെ അറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, 57 കലാപങ്ങൾ അല്ലെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ, വിദ്യാഭ്യാസ കമ്മീഷൻ ഒക്കെ, നമ്മൾ പഞ്ചവത്സര സമിതി എല്ലാം നിങ്ങളിപ്പോൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ചരിത്രം എന്ന് പറഞ്ഞാൽ 5 മാർക്കിന് മക്കളെ സമുദ്രം പോലെ കിടക്കുകയാണ് ടോപ്പിക്ക്. അവിടെ ഒരു പക്ഷേ VFA അല്ലെങ്കിൽ ബെവ്കോ LDC പോലുള്ള പരീക്ഷകൾക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് 1-2 ചോദ്യം, ഒരു പക്ഷേ 3 മാർക്ക് വരെ വന്നിട്ടുണ്ട് മുമ്പൊക്കെ. അപ്പോൾ ആ ഒരു 2 മാർക്കിന്റെ ഏരിയ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല ഭൂരിഭാഗം ആളുകളും. അത് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസം പഠിക്കുക. അതുപോലെ ഭൂമിശാസ്ത്രം നോക്കൂ നിങ്ങൾ. കാസർഗോഡ് ജില്ലയും തിരുവനന്തപുരം ജില്ലയും കായലുകളും നദികളും വന്യജീവി സങ്കേതങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ ഞാൻ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് എത്രയോ വീഡിയോകൾ, നമുക്ക് 2 യൂട്യൂബ് ചാനലുണ്ട്, 2ലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഇന്ത്യൻ ജോഗ്രഫിയിലെ ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യൻ ജോഗ്രഫിയിലെ നല്ല നല്ല ക്ലാസ്സുകൾ അവിടെ എടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ SCERT ഒക്കെ അല്ലേ നമ്മുടെ മണലാരണ്യത്തിലൂടെ തീരങ്ങളിലൂടെ, അതൊക്കെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ എടുത്തു. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഏരിയ ഉണ്ട്. ഇത് നോക്കൂ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. യൂട്യൂബിൽ നല്ല അടിപൊളി ക്ലാസ് നമ്മുടെ സ്ട്രൈക്കർ PS എന്ന 2ാമത്തെ ചാനലുണ്ട്. ഫ്രഞ്ച് വിപ്ലവം, റഷ്യ, ഇതൊക്കെ മുമ്പ് എടുത്ത ക്ലാസ്സുകളാണ്. പക്ഷേ ഇതൊക്കെ ഒരിക്കൽ കൂടി നല്ല രൂപത്തിൽ ഷോർട്ടാക്കി ആവശ്യമുള്ളത് കംപ്ലീറ്റ് PYQ ലേറ്റസ്റ്റ് വെച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ 2 മാർക്ക് ചുരുങ്ങി നമുക്ക് കിട്ടും. നമ്മുടെ പ്രതീക്ഷയാണ് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അവിടെ 2 മാർക്ക് ചോദ്യം വന്നാൽ, അതുപോലെ വേൾഡിൽ വരുന്ന ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകള്, ഭൗമോപരിതലം തുടങ്ങിയ കാര്യങ്ങളിലെ മലിനീകരണങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2-3 മാർക്ക് വേൾഡ് ജോഗ്രഫിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമുള്ള ഏരിയ അവിടെ ക്ലിയർ ആയി. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഇരുന്നിട്ട് ഇനി കേരളം ഇങ്ങനെ പഠിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓരോ 1 by 1 പഠിച്ച് സംസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പഠിച്ച് നമുക്ക് സമയം പോകും. നമുക്ക് സമയമില്ല. ഒരു വർഷം കൊണ്ട് പഠിച്ചു തീർക്കേണ്ട ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സിലബസ്, അത് നമുക്കൊരു 10-50 ദിവസം കൊണ്ട് അങ്ങനെ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഈ പറയുന്ന പോലെ പ്രശ്നമുള്ള, മറ്റുള്ളവർക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത, റാങ്ക് നിർണ്ണയിക്കുന്ന ഏരിയ അത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഇത് രണ്ടും നമ്മുടെ ഒരു വിശ്വാസമാണ്. 2 ചോദ്യങ്ങൾ ചോദിച്ചാൽ, സപ്പോസ് ഒറ്റ ചോദ്യം ചിലപ്പോൾ ചോദിച്ചില്ല, അല്ലെങ്കിൽ 1 മാർക്ക് അവിടെ നിന്ന് കിട്ടില്ല, ചോദിച്ചാൽ ഒരു 4-5 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റണം. അതിന് ഈ സാധനങ്ങൾ പഠിക്കണം. ഇത് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ക്ലാസ് എടുത്തു തരും. നോക്കൂ, അവിടെ എക്കണോമിക്സ് 5 മാർക്കാണ്.
നോക്കൂ, ഭരണഘടനയിൽ പ്രധാനപ്പെട്ട സുപ്രധാന നിയമങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ അത് നമുക്ക് കിട്ടും. കാരണം സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 5 മാർക്ക് ഉണ്ട്. അത് ഏതൊക്കെയാണ് സുപ്രധാന നിയമങ്ങൾ? ഈ പറഞ്ഞ ഇൻഫർമേഷൻ ആക്ട് ആയിക്കോട്ടെ, മനുഷ്യാവകാശ നിയമമായിക്കോട്ടെ, ഉപഭോക്തൃ സംരക്ഷണ നിയമമായിക്കോട്ടെ, അതെല്ലാം നമ്മൾ പഠിക്കും. കേരള ഗവേണൻസ് 5 മാർക്ക് പ്രശ്നമാണ്. പലർക്കും LGS പഠിക്കുന്ന മൈൻഡ് സെറ്റ് ഉള്ളവർക്ക്, 10th പ്രിലിംസ് പഠിച്ചു നിൽക്കുന്നവർക്ക് ഇത് ഇച്ചിരി പാടായിരിക്കും. പാടുള്ളവർ കമന്റ് ചെയ്യണം. കേരള ഗവേണൻസും സുപ്രധാന നിയമങ്ങളും നമ്മൾ സെറ്റാക്കും. കിഡിലൻ ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ട് LDC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ് ഏറ്റവും ലേറ്റസ്റ്റ് PYQ ഉൾപ്പെടുത്തിയിട്ട് ഒന്നുകൂടി സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. വെറുതെ ക്ലാസ് എടുക്കല്ല, PYQയുടെ ക്ലാസ് പോയിന്റുകളാക്കി പഠിപ്പിച്ചു തരികയാണ്. കലാ, കായികം, സാഹിത്യം ഇത് ഞാൻ എന്ത് ചെയ്യാം, ഒരു സ്ക്വയറിലിട്ട് വെക്കാം. കാരണം ഇതൊരു സ്ക്വയർ അല്ല, ഇത് നേരത്തെ പറഞ്ഞ ഒരു സമുദ്രമല്ല, മഹാസമുദ്രമാണ്. ഇതിനകത്തുനിന്ന് പഠിച്ചിട്ട് അങ്ങോട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാന്ന് പറഞ്ഞ ഒരു ടാസ്ക്കാണ്. ആ ടാസ്ക് ഒരു പരിധി വരെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്ന് ഞാൻ പറയൂ. കാരണം കഴിഞ്ഞ ഒരു 10-20 വർഷങ്ങളോളമായിട്ട് കലാ, കായിക, സാഹിത്യ മേഖലയിൽ ചോദിക്കുന്ന ചില പാറ്റേണുകൾ, ചില ഏരിയകളുണ്ട്. അതൊരുപാട് വർഷമായിട്ട് PSCയെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ ഒരു ധാരണ ഉണ്ടാവും. ഈ മാറിയ കുറച്ച് കാലമായിട്ട് വേറെ രീതിയിലേക്ക് കലാ, കായിക, സാഹിത്യ, സാംസ്കാരിക ചോദ്യം വന്നിട്ടുണ്ട്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ കുറച്ച് ഏരിയകൾ പഠിച്ചു പോകും. അങ്ങനെ പഠിച്ചു പോകുന്ന ഏരിയകളിൽ നിന്നാണ് പരമാവധി മാർക്ക് കുട്ടികൾക്ക് കിട്ടാറുണ്ട്. ആ രീതിയിലുള്ള ഒരു PYQ ക്ലാസ്സുകളായിരിക്കും ഈ ടോപ്പിക്. അല്ലാതെ ഈ ടോപ്പിക് ഒന്നും കംപ്ലീറ്റ് പഠിപ്പിക്കൽ നടക്കില്ല. മനസ്സിലായല്ലോ? പിന്നെ നോക്കൂ, നിങ്ങൾ അവിടെ IT ഞാൻ അവിടെ വെക്കുകയാണ്. ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ട്. ആ 3 മാർക്ക് 6 മാർക്ക് അതും ഞാൻ അവിടെ വെക്കുകയാണ്. കറണ്ട് അഫേഴ്സ് ആണ് നമ്മുടെ ഏറ്റവും തുറപ്പ് ചീട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ്. 2026 കംപ്ലീറ്റ് എക്സാമിന് തൊട്ട് 1 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സ് നന്നായി പഠിക്കുക. 25 പ്രധാനപ്പെട്ട പഠിക്കുക. അതുപോലെ തന്നെ ചില ഇവന്റുകൾ അത് പഠിക്കുക. ഇപ്പം കോമൺവെൽത്ത് ഗെയിംസ് നടന്നു കഴിഞ്ഞു അല്ലേ? ആ കോമൺവെൽത്ത് ഗെയിംസ് പോലുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുക. ഓക്കെ. അതുപോലെ മാത്സ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും 10 മാർക്ക് കിട്ടും. ഇംഗ്ലീഷും 10 മാർക്ക് കിട്ടും. മലയാളവും നിങ്ങൾക്ക് 10 മാർക്കിൽ നോക്കൂ, ഒരു 7 മാർക്ക് ഇംഗ്ലീഷ് കൂട്ടാം, അല്ലെ 8 മാർക്ക്. അതുപോലെ തന്നെ 8 മാർക്കിന്റെ മുകളിൽ മലയാളം കൂട്ടാം. ഒരു 9 മാർക്കൊക്കെ മാത്സ് കിട്ടണം. ഈ 3 സാധനം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ കറണ്ട് അഫേഴ്സ് ഫോക്കസ് ചെയ്യുക. പിന്നെ ഞാൻ ഈ റൗണ്ട് ചെയ്തു വെച്ച മാർക്കുകൾ നോക്കുക മക്കളെ. നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും പ്രശ്നമുള്ള 10-70 മാർക്കിൽ ഒരു 60 മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. പ്രശ്നമുള്ള എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. അവിടെ നോക്കൂ, പൊതുജനാരോഗ്യം അല്ലെങ്കിൽ ബയോളജി ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഞാൻ പറയാത്തത് നോക്കൂ. ഇവിടെ എക്കണോമിക്സ് നമ്മൾ ക്ലാസ് എടുക്കുകയാണ്, ലൈവ് ക്ലാസ്. എല്ലാ കാര്യങ്ങളും ലൈവ് ക്ലാസ് എടുക്കുകയാണ്. കേരള ഗവേണൻസിന്റെ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും PYQ ബേസ്ഡ് ലൈവ് ക്ലാസ് എടുക്കുകയാണ്. സുപ്രധാന നിയമങ്ങളിൽ ഈ കാണുന്ന എല്ലാ ടോപ്പിക്കും നമ്മൾ PYQ വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ്. ഞാൻ പറഞ്ഞ വലിയ മഹാസമുദ്രം, കലാ, കായിക, സാഹിത്യ, സാംസ്കാരിക മേഖല, ഇതും നമ്മൾ അതുപോലെ പ്രധാനപ്പെട്ടത് മാത്രം, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം പഠിക്കുകയാണ്. എന്നാൽ അല്ലാതെ വരുന്ന GK ഭാഗങ്ങൾ, ആ GK ഭാഗങ്ങൾ ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ ആപ്പിനകത്തുള്ള, നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫോൾഡറുകൾ. ഇവിടെ ഇംഗ്ലീഷ് PYQ ക്ലാസ് ഉണ്ട്. മിസ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഈ പറയുന്ന മുഴുവനും ഇങ്ങനെ ഗ്രാമറൊക്കെ ഇങ്ങനെ തത്തമേ പൂച്ച എന്ന് പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ PYQ ബേസ്ഡ് ക്ലാസ്സുകൾ ഒരു 20 ക്ലാസ്സുകളെങ്കിലും നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും. ആ 20 ക്ലാസ്സുകൾ ചുരുങ്ങിയതാണ് പറഞ്ഞത്. 20 ക്ലാസ്സുകൾ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ ഗുണം ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇംഗ്ലീഷ് PYQ ക്ലാസ്സുകൾ, മലയാളത്തിന്റെ ക്ലാസ്സുകൾ, പ്രധാനപ്പെട്ട PYQ നമ്മൾ മുഴുവനൊന്നും മലയാളം പഠിക്കുന്നില്ല. PYQയിലൂടെ പ്രധാനപ്പെട്ട ഒരു 5ഓളം ക്ലാസ്സുകൾ ലൈവ്, ഒരു 5 മണിക്കൂർ ഉദ്ദേശിച്ച് 5 ക്ലാസ്സുകളല്ല, 5 മണിക്കൂറെങ്കിലും നമുക്ക് മലയാളം അവിടെ പഠിക്കാൻ പറ്റണം. എക്കണോമിക്സും ഇതുപോലെ, വേൾഡ് ഹിസ്റ്ററി, വേൾഡ് ജോഗ്രഫി, കേരള ഗവേണൻസ്, ഇമ്പോർട്ടൻ്റ് ആക്ട്, അതുപോലെ തന്നെ കലാ, കായിക, സാഹിത്യം, മോഡൽ എക്സാമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10ഓളം മോഡൽ എക്സാമുകൾ നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓരോരോ ആഴ്ചകളിലായിട്ട് അവിടെ ആപ്പിനകത്ത് കിട്ടും. നിങ്ങൾക്ക് ചെയ്തു നോക്കാം. 100 മാർക്ക്. അപ്പം നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും ആദ്യം എക്സാം ചെയ്യുമ്പോൾ എത്ര മാർക്ക് കുറവുണ്ട്, ഏതൊക്കെയാണ് എനിക്ക് അറിയാത്തത്. അപ്പോഴാണ് പ്രശ്നം. ഈ GKയിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, കേരള ജോഗ്രഫി എനിക്ക് അറിയില്ല എക്സാം എഴുതുമ്പോൾ. അപ്പം നിങ്ങൾക്ക് കേരള ജോഗ്രഫി പഠിക്കാൻ നോക്കൂ. ഇവിടെ കേരള ജോഗ്രഫിയുടെ ഒരുപാട് ക്ലാസ് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ, ഇനി വേറെ ഒരുപാട് യൂട്യൂബ് ചാനലില്ലേ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ റാങ്ക് ഫയലില്ലേ, ജില്ലകൾ വായിക്കാൻ, നദികൾ വായിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ കണ്ട നിങ്ങൾ ക്ലാസ് ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് ക്ലാസ് ഞാൻ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യില്ല. പക്ഷേ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിക്കോട്ടെ, പ്രധാനമന്ത്രിമാർ, വൈസ്രോയിമാർ, 57 കലാപം, ഇതൊക്കെ നല്ല അടിപൊളി ക്ലാസ് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. സ്ട്രൈക്കർ PS നമ്മുടെ ചാനലിൽ. പൊതുജനാരോഗ്യം എടുത്തു നോക്കൂ നിങ്ങൾ, വൈറസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള SCRT ചാപ്റ്റേഴ്സ്, ഇതെല്ലാം നമ്മളിവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പം അത് നിങ്ങൾക്ക് കിട്ടും. അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക്
GK മറ്റു ഭാഗങ്ങൾ എക്സാമിലൂടെ ചെയ്തു നോക്കാൻ പറ്റും. മാത്സ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ എടുക്കാൻ സമയമില്ല, അങ്ങനെ പഠിപ്പിക്കാനും ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് തരും. നിങ്ങൾക്ക് മാത്സ് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അഡീഷണലി ഒരു പക്ഷേ നമ്മുടെ ക്ലാസ്സുകൾ മുഴുവൻ കഴിഞ്ഞാൽ ലൈവായിട്ട് അവസാനത്തേക്ക് മാത്സ് വലിയ പ്രയാസമുള്ളവർക്ക് കുറച്ച് സെഷൻ കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. നിലവിൽ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് മാത്സിന് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ഷോർട്ടായിട്ടുള്ള PYQ ക്ലാസ്സുകൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞുതരും. അതെല്ലാം കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും മാത്സ്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് യൂട്യൂബിൽ മാത്സ് ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് മാത്സ് ഭയങ്കര പ്രയാസമല്ലോ, 10 മാർക്കല്ലേ, അങ്ങനെ സെറ്റാക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ബാക്കി വരുന്ന ഭരണഘടനയിലെ GK നോക്കൂ, ഭരണഘടനാ നിർമ്മാണ സഭ, ആമുഖം, ഇതെല്ലാം നമ്മളിതാ ഓരോരോ ക്ലാസ്സുകളായിട്ട് യൂട്യൂബിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സഡ് ആയിട്ട് വരുന്ന GK നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട്, ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് മിക്സഡ് GK ചില ദിവസങ്ങളിൽ ഞാൻ എടുക്കും. ഈ കേരള ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഹിസ്റ്ററി ഒക്കെ, മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പോൾ അങ്ങനെ മിക്സഡ് GKയും അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ ക്ലാസ്സുകൾ എണ്ണിച്ചുട്ടപ്പം പോലെയുള്ള 60 മാർക്ക് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങൾ ഇനിയിപ്പോൾ നമ്മുടെ ബാച്ചിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല എന്ന് കരുതുക. നിങ്ങൾ വീട്ടിലിരുന്നിട്ടാണെങ്കിലും എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ പഠിക്കുക. മകളെ പറഞ്ഞല്ലോ, യൂട്യൂബ് ക്ലാസ്സുകൾ എന്തുകൊണ്ട് നൽകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരവും ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു 80 രൂപ മാസം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് 5 മാസത്തേക്കാണ്. അപ്പോൾ 5 മാസത്തേക്ക് നിങ്ങൾക്ക് പറ്റുന്നവർക്ക് ഇന്നാണ് നമ്മുടെ ബാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ മുതൽ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ടൈം ടേബിൾ കൃത്യമായിട്ട് തരും. രാവിലെയും രാത്രിയും എന്തുണ്ടാകും, നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. റെക്കോർഡ് പകൽ നിങ്ങൾക്ക് തരും, രാത്രി നിങ്ങൾക്ക് എക്സാം എഴുതി നോക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ലൈവ് ക്ലാസ്സിൻ്റെയും റെക്കോർഡും കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്യാവശ്യം ചില പ്രധാനപ്പെട്ട PDF-കൾ, കാരണം റാങ്ക് ഫയൽ കംപ്ലീറ്റ് PDF ആക്കി തന്നിട്ട് അതങ്ങോട്ട് വായിച്ച് പഠിച്ചത് പറഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ബുക്ക് വാങ്ങാൻ പറഞ്ഞാൽ പോരെ. അതിൽ അർത്ഥമില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട PYQ-ലൂടെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ PDF എല്ലാം അവൈലബിൾ ആണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. കാരണം ഒരു 10,000-3000 പേജൊന്നും റാങ്ക് ഫയൽ പഠിക്കുന്ന പോലെ ഇനി പഠിച്ച് നിങ്ങളെ തലയിൽ നിൽക്കണ്ടേ. നിങ്ങൾ ഒരുപാട് പഠിപ്പിച്ചിട്ടോ നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽ അങ്ങോട്ട് തന്നിട്ടോ കാര്യമുണ്ടോ? ഇല്ല. തരുന്ന കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യുക. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിലിംസ് എഴുതാൻ പോയവർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവസാനത്തെ ഒരു 7 ദിവസം കുറച്ച് ക്ലാസ് കണ്ടു. ആ ക്ലാസ്സിനകത്തുനിന്ന് പരീക്ഷാ ഹാളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ, ഞാൻ എണ്ണം പറയുന്നില്ല, 10, 30, 40 ചോദ്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കാര്യം ആ ക്ലാസ് എഫക്റ്റ് ചെയ്തിട്ടാണ്. അപ്പം നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ക്ലാസ് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കേണ്ടത്. അല്ലാതെ മെറ്റീരിയൽ തരാനാണെങ്കിൽ നിങ്ങൾക്ക് കടയിൽ പോയിട്ട് കുറച്ച് ബുക്ക് വാങ്ങിയിട്ട് മെറ്റീരിയൽ തന്ന് പഠിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഒരുപാട് റെക്കോർഡ് വീഡിയോ എടുത്ത് നിങ്ങൾ പഠിക്കാൻ പറഞ്ഞാൽ പോരെ. ഒരു ദിവസം 6, 7 ക്ലാസ് നിങ്ങൾക്ക് ഓവർലോഡാണ്. അപ്പം നിങ്ങൾ പഠിക്കുന്ന രൂപത്തിൽ നന്നായി പഠിക്കുക. അതോടൊപ്പം ഈ ബെവ്കോ LDC അല്ലെങ്കിൽ ബെവ്കോ LDക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ VFAക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ബെവ്കോ LDക്ക് വരെ 5 മാസം വരെ ഈ ബാച്ച് ഉണ്ടായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം. മനസ്സിലായല്ലോ? അപ്പോൾ ആ രൂപത്തിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യേണ്ടത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് കേട്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കമന്റ് ടെലഗ്രാം ചാനലുണ്ട്. ആ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. നമ്മുടെ സ്ട്രൈക്കർ PS എന്ന ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കമന്റിലുണ്ട് കേട്ടല്ലോ. അത് നിങ്ങൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ടെലഗ്രാം ജോയിൻ ചെയ്ത് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. എത്രയും പെട്ടെന്ന് എൻറോൾ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞത് മറക്കേണ്ട, നിങ്ങൾക്ക് VFA ബെവ്കോ LDക്ക് ഉപകാരപ്പെടും. അപ്പം നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ മാത്രം ഇത് ഫോളോ ചെയ്ത് പോവുക. അല്ല നിരുത്സാഹപ്പെട്ട് എനിക്ക് പ്രിലിംസ് തീരുമാനമായിട്ട് ഞാൻ പഠിക്കൂ എന്നുള്ള ചിന്തയുണ്ട്, VFA എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് ചിന്തയുണ്ട്, അവിടെ 50 പേർക്കല്ലേ ജോലി കിട്ടും ഒരു ജില്ലയിൽ, എത്ര പഠിപ്പിച്ചിട്ടുണ്ട് 50 പേര്, അപ്പോൾ എനിക്കിതെങ്ങനെ കിട്ടാനാ എന്ന മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ വെറുതെ മെനക്കെടണ്ട. മനസ്സിലായല്ലോ? നമ്മൾ ഒരു സീറ്റാണെങ്കിലും ഒരു ഒഴിവാണെങ്കിലും അതിനുവേണ്ടി പഠിക്കണം. ഞാൻ ശ്രമിക്കും, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അടുത്ത വർഷം LD ഉണ്ടല്ലോ, അടുത്ത വർഷം LGS ഉണ്ടല്ലോ, എനിക്ക് അതിലെങ്കിലും കിട്ടണം. ഒരു 1.5 വർഷമുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇതിനുവേണ്ടി മാക്സിമം ശ്രമിച്ചാൽ ഇത് ഗുണമല്ലേ എനിക്ക് ചെയ്യൂ. VFAക്ക് വേണ്ടി നിങ്ങൾ കഠിനപ്രതിജ്ഞ ചെയ്ത് പഠിച്ചു, കിട്ടിയില്ല, നിങ്ങൾക്കത് ഗുണേ ചെയ്യൂ. വീണ്ടും റിവിഷൻ ചെയ്യാൻ ഉപകാരപ്പെടും അടുത്ത വർഷത്തെ LDC ബാച്ചിലേക്ക്, അടുത്ത വർഷത്തെ LDക്ക് വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ ട്രൈ ചെയ്യാതെ ഇരിക്കരുത്. എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറുക. അതാണ് എനിക്ക് എൻ്റെ പിള്ളേരോട് പറയാനുള്ളത്. ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. 7306118242 ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രൈക്കർ PSC ആപ്പിൻ്റെ നമ്പർ വേറെ ഉണ്ട്, അതിനകത്തേക്ക് നിങ്ങൾക്ക് നമ്പർ മെസ്സേജ് അയക്കട്ടോ. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ മക്കളെല്ലാവരും മറക്കണ്ട, താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. നാളെ മുതൽ ക്ലാസ്സുകളാണ്. അപ്പോൾ ശരി, നമുക്ക് ആപ്പിലെ ക്ലാസ്സിൽ കാണാം. യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് CA ക്ലാസ്സുകളും യൂട്യൂബിൽ മറ്റ് GK ക്ലാസ്സുകളൊക്കെ ഇനിയും യൂട്യൂബിലുണ്ടാകും. പക്ഷെ നിങ്ങൾ കാണൂല, എന്നാൽ യൂട്യൂബിലിടാം. ഓക്കെ, അപ്പോൾ ശരിയടാ, ഗുഡ് ബൈ, താങ്ക് യു.